കൊച്ചി കലൂരിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചു. ഈ കേസിൽ 3 പ്രതികളെ പിടികൂടി. മുഖ്യപ്രതിയെ തിരിച്ചറിഞ്ഞുവെന്ന് പോലീസ്. പെൺകുട്ടികളെ ആക്രമിക്കുന്നതും അക്രമി സംഘം ഓടിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ പുറത്ത് വരികയും ചെയ്തു. ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണമാണ്, അതും നടു റോഡിൽ പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമം. എന്തായാലും അതിൽ ഒരു പെൺകുട്ടിക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റിരുന്നു. ഇപ്പോൾ 3 പേരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആരൊക്കെയാണ് പിടിയിലായത്? എന്തായിരുന്നു ഈ സംഘത്തിന്റെ ഒരു ഉദ്ദേശം? എന്താണ് സംഭവിച്ചത് ജിജീഷ്? രാഖി, ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും കൊച്ചിയെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് ബോധ്യപ്പെടുന്ന സംഭവം തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും രാവിലെ പുലർച്ചെ 4:30 പുറത്ത് റോഡിൽ നടക്കുകയായിരുന്ന പെൺകുട്ടികൾക്ക് നേരെയാണ് ഒരു സംഘം അക്രമികൾ അങ്ങോട്ട് ചെന്ന് അസഭ്യം പറയുന്നു, അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുന്നു, കമന്റ് അടിക്കുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരെ ക്രൂരമായി തന്നെ ആക്രമിച്ചത്. വലിച്ച് താഴത്തിടുകയും നെഞ്ചിലും മുഖത്തുമെല്ലാം ചവിട്ടുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ, ഒരു പെൺകുട്ടിയെയാണ് ഏറ്റവും അധികം ആക്രമിച്ചത്. ആ പെൺകുട്ടിയെ ആക്രമിക്കുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടി ഇത് മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചു. ആ ഒരു ദേഷ്യത്തിൽ കൂടി പ്രതികൾ ഈ മൊബൈൽ പിടിച്ചു വാങ്ങുന്നു. അതിനുശേഷം വലിച്ചെറിഞ്ഞ ഫോൺ എടുത്ത് വെക്കാൻ പോയ സമയത്ത് വീണ്ടും ആ ഫോണിനടുത്തേക്ക് ചെന്ന് അത് എറിഞ്ഞു ഉടയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഈ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തുടക്കത്തിൽ ഈ പ്രതികൾ ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു. 8 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നേരത്തെ പെൺകുട്ടി പോലീസിൽ നൽകിയ മൊഴിയിൽ, വനിതാ പോലീസിൽ നൽകിയ മൊഴിയിൽ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ ആളുകൾ ഇതിലുണ്ട്. 11 അംഗ സംഘമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമായി. ഈ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം നൽകിയിട്ടില്ല. മറ്റ് ആളുകൾക്കായി കൂടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യപ്രതി, പെൺകുട്ടികളെ ഏറ്റവും അധികം ആക്രമിച്ച ആൾ, അത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ച ആളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അയാളുടെ ദൃശ്യങ്ങളും എല്ലാം തന്നെ ഈ CCTV അടിസ്ഥാനമാക്കി പെൺകുട്ടികൾ കാണിച്ചു നൽകിയിരുന്നു. ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. വൈകാതെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, പോലീസിനെതിരെയും വലിയ പരാതികൾ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ പെൺകുട്ടികളെ അവരുടെ സുഹൃത്ത് നൽകിയ മൊഴികളിൽ തന്നെ, ആ സുഹൃത്ത് നൽകിയ ആരോപണങ്ങളിൽ പറയുന്നത്, പോലീസ് ആദ്യം എത്തുന്ന സമയത്ത് അവർ ചോദിച്ചത് എന്തിനാണ് പുലർച്ചെ പുറത്തേക്ക് പോയത്, ആ സമയത്ത് എന്തിനാണ് ചായ കുടിക്കാൻ പോയത്, വസ്ത്രത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്കായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ സംസാരിച്ചത് എന്ന കാര്യമാണ് ഈ ആളുകൾ പരാതിയായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ കേസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നതിൽ വലിയ ഒരു അമാന്തമുണ്ടായി എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. പോലും കൃത്യമായ ഒരു നീതി തുടക്കത്തിൽ അവർക്ക് ലഭിച്ചില്ല. ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒടുവിൽ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തു. ജനം TV ഈ വിഷയം ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇതിനെ തുടർന്നാണ് പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചത്, അല്ലേ ജിജീഷ്? രാഖി, തീർച്ചയായും ഈ വാർത്ത നൽകിയതിനു ശേഷം നമ്മളോട് സംസാരിച്ചിരുന്ന ഈ കൂട്ടുകാരൻ, സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ സംഭവം നടന്നത് എന്നും പോലീസ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഈ സംഭവം നടക്കുന്നത് പുലർച്ചെ 4:30-ക്കാണ്. അതിനുശേഷം കാര്യമായി പരിക്കേറ്റ ഒരു പെൺകുട്ടിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ ജനറൽ ആശുപത്രിയിലാണ് പോലീസ് സംഘം ആദ്യം എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഈ ചോദ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തിനാണ് ആ സമയത്ത് പോയത്, എന്ത് കാര്യത്തിനാണ് അതുവഴി നടക്കേണ്ട കാര്യമുണ്ടായിരുന്നോ തുടങ്ങിയതെല്ലാമാണ് പെൺകുട്ടികളോട് ചോദിച്ചത്. സ്വാഭാവികമായും കൃത്യമായി തന്നെ സുരക്ഷിതമാണ് നഗരത്തിന്റെ ഓരോ മേഖലയും എന്ന് അവകാശപ്പെടുമ്പോൾ, പോലീസ് പെട്രോളിംഗ് ശക്തമാണ് എന്ന് അവകാശപ്പെടുമ്പോൾ, പെൺകുട്ടികൾക്ക്, യുവതികൾക്ക് ഏതു സമയവും റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത്, ധൈര്യമായി ഇറങ്ങി നടക്കാമെന്നും ഗുണ്ടകളുടെയോ ക്രിമിനൽ സംഘങ്ങളുടെയോ ലഹരി സംഘങ്ങളുടെയോ ശല്യം ഉണ്ടാകില്ല എന്നെല്ലാം പോലീസ് ഉറപ്പ് നൽകുമ്പോൾ തന്നെയാണ് പുലർച്ചെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നത്. അതും സംഘടിതമായി ആക്രമിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ, ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി അവിടെ സംഘടിച്ച ആളുകളാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൃത്യമായി തന്നെ പെൺകുട്ടികൾ പോലീസിനെ കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. പരാതിയിൽ മുഴുവൻ കാര്യങ്ങളും, എങ്ങനെയാണ് തങ്ങൾ ആക്രമിക്കപ്പെട്ടത് എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നെഞ്ചിലടക്കം ചവിട്ടുന്നുണ്ട്, മുടി പിടിച്ച് വലിച്ചുകൊണ്ട് റോഡിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ തന്നെ, ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ തന്നെ കാണാം. മുടി
മുടി പിടിച്ചു വലിക്കുന്നതും നിലത്തേക്ക് മറിച്ചിടുന്നതും എല്ലാം തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നിലവിൽ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി പ്രധാന പ്രതി അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുമുണ്ട്. ശരി ജിജീഷ്, വളരെ നിർണായകമായ വാർത്തയുടെ അപ്ഡേറ്റ് ആണ് ജിജീഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് എറണാകുളം കല്ലൂരിൽ പെൺകുട്ടികളെ ഒരു സംഘം അതിക്രൂരമായി ആക്രമിച്ചത്. ഈ സംഭവത്തിൽ ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കേസിൽ ആകെയുള്ളത് 11 പ്രതികളാണ്. അതിൽ 3 പേരെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ ആക്രമണം ഉണ്ടാകുന്നു. അതിൽ ഒരു പെൺകുട്ടിക്ക് അതിക്രൂരമായ മർദ്ദനമേൽക്കുന്നു. ആ പെൺകുട്ടിയുടെ നെഞ്ചത്തടക്കം ഈ സംഘം ചവിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ആശുപത്രിയിലാകുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പുലർച്ചെ പുറത്തിറങ്ങി നടന്നത്, എന്തിനാണ് റോഡിൽ കൂടി നടന്നു പോയത്, ഇതൊക്കെയാണ് പോലീസ് തിരക്കിയത്, പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കിയത്. ഇതിനുള്ള ഉത്തരമായിരുന്നു അവർക്ക് അറിയേണ്ടിരുന്നത്. അല്ലാതെ പ്രതികൾ ആരാണ് എന്നുള്ളത് തിരയാനൊന്നും ആയിരുന്നില്ല ശ്രമം. എന്തായാലും മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തു, വാർത്തകൾ നൽകി. മണിക്കൂറുകളായി ഈ വിഷയം ചർച്ചയായപ്പോൾ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ 3 പ്രതികൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.